പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കൈയൊഴിയുകയാണ് നേതാക്കളൊക്കെയും. വി മുരളീധരനാണ് ഇന്ന് രംഗത്തെത്തിയത്. തോൽവിയിൽ മറുപടി പറയേണ്ടത് കെ സുരേന്ദ്രനാണെന്ന് മുരളീധരൻ പറഞ്ഞു. സുരേന്ദ്രനെതിരെ പരസ്യ വിമർശനവുമായി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും രംഗത്തെത്തി. സുരേന്ദ്രനെതിരെ പടയൊരുക്കം ശക്തമാക്കിയിരിക്കുകയാണ് എതിർവിഭാഗങ്ങൾ. കേരളത്തിലെ ബിജെപിയിൽ നേതൃമാറ്റമെന്ന പ്രധാനപ്പെട്ട ആവശ്യവും ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നേതാക്കളൊക്കെയും ഉന്നയിക്കുന്നുണ്ട്. മാനസ മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഇപ്പോൾ ബിജെപിയിൽ ഉയരുന്നത് പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളാണ്. സ്വന്തം പക്ഷത്തായിരുന്ന സുരേന്ദ്രനെതിരെ വി മുരളീധരൻ തന്നെ രംഗത്തെത്തിയതോടെയാണ് ഇതിനുള്ള ഒരു സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. വി മുരളീധരന്റെ പ്രതികരണത്തിലും ഇത് വ്യക്തമാണ്. പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. കൃഷ്ണകുമാറല്ല സ്ഥാനാർത്ഥിയായിരുന്നതെങ്കിൽ വിജയം ഉറപ്പായിരുന്നുവെന്നായിരുന്നു മുതിർന്ന നേതാവ് ശിവരാജന്റെ പ്രതികരണം. മുന്നേറ്റം ഉണ്ടാകുമായിരുന്നു, ജയിച്ചേര് ഓരോ വോട്ടെങ്കിലും ജയിക്കും. ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നത് സുരേന്ദ്രനോ സുരേന്ദ്രനെങ്കിൽ ഓരോ വോട്ടെങ്കിലും ജയിക്കുമായിരുന്നു. ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഈ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അധികാരം സ്വാഭാവികമുള്ളൂ. അത് കൃഷ്ണകുമാർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അംഗീകരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു താൻ എന്നാണ് സി കൃഷ്ണകുമാറിന്റെ മറുപടി. എന്നെക്കാളും സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. പക്ഷെ പാർട്ടി എന്നെ തീരുമാനിച്ചു. ഞാൻ പാർട്ടി തീരുമാനം അംഗീകരിച്ചത്. ഇത് എൻ്റെ കുടുംബകാര്യമല്ലല്ലോ. പാർട്ടി എന്നെ മത്സരിക്കാൻ തീരുമാനിച്ചു, ഞാൻ മത്സരിച്ചു. കെ സുരേന്ദ്രൻ പക്ഷക്കാരനായ വി മുരളീധരന്റെ പരസ്യ പ്രതികരണത്തോടെ ഈ കെ സുരേന്ദ്രന്റെ അധ്യക്ഷ സ്ഥാനം തെറിക്കും എന്നതുകൂടിയാണ് ഇപ്പോൾ ഉറപ്പാക്കുന്നത്. ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ശോഭ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലും ഇതോടെ തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. ഇതോടൊപ്പം തന്നെയാണ് അധ്യക്ഷ സ്ഥാനത്തിനായി പി കെ കൃഷ്ണദാസും അതോടൊപ്പം തന്നെ MT രമേശ് വിഭാഗവും ഒന്നുകൂടി സമ്മർദ്ദം ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്കും കടക്കുകയാണ് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.